Meet the editors. PPE കിറ്റിൽ വ്യക്തത വേണ്ടേ എന്നാണ് ചോദ്യം. ഉണ്ണിമലാശ്ശേരി ഇന്ന് സഭയിൽ വീണ്ടും PPE കിറ്റ് ചർച്ചാ വിഷയമായി. അസാധാരണ കാലത്തെ അസാധാരണ നീക്കം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ചില കത്തുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. 550 രൂപയ്ക്ക് കിറ്റ് കിട്ടുമായിരുന്നു, പക്ഷേ അത് 1550 രൂപയ്ക്ക് വാങ്ങി. അതുവഴി CAG റിപ്പോർട്ട് പ്രകാരം 10 കോടി രൂപയുടെ നഷ്ടം. ലോകായുക്തയുടെ കേസിരിപ്പുണ്ട്, 700 കോടിയാണ് നഷ്ടമായിട്ട് പറയുന്നത്. അപ്പോൾ നിലവിൽ PPE കിറ്റിൽ വ്യക്തത വേണ്ടേ? വ്യക്തത വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2022 ഈ വിവാദം ആരംഭിക്കുന്നത്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് CAG ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ചോർന്ന് പ്രതിപക്ഷത്തിന് കിട്ടുന്നു. എന്താണ് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട്? 2020-21 കാലഘട്ടത്തിലെ സർക്കാരിൻ്റെ ചെലവിനെ ഓഡിറ്റ് ചെയ്തിട്ട് CAG സർക്കാരിലേക്ക് ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കൊടുക്കും. ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൻ്റെ മേലിൽ സർക്കാരിൻ്റെ വിശദീകരണം തേടും. ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്തിമ റിപ്പോർട്ട് CAG സമർപ്പിക്കുക, സർക്കാരിന് നൽകുക. ആ അന്തിമ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കണം. അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ PPE കിറ്റിൻ്റെ കാര്യത്തിനകത്ത് വഴിവിട്ട് പണം ചെലവാക്കിയിട്ടുണ്ട്, ചില കമ്പനികളെ പ്രത്യേകമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അന്ന് പിന്നെ KK ശൈലജ അതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അന്നത്തെ അടിയന്തര സാഹചര്യത്തിൽ അന്ന് ചെയ്ത ഒരു കാര്യമാണ് എന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, രോഗികളെ വലയ്ക്കാൻ കഴിയില്ല, ആ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് സർക്കാർ ചെയ്തതെന്നുള്ളൊരു വിശദീകരണമാണ് അന്ന് നൽകിയിരുന്നത്. മാത്രമല്ല അക്കാര്യത്തിൽ തനിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി അന്ന് KK ശൈലജ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും അതൊരിക്കൽ കൂടി വിവാദമാകുന്നതിൻ്റെ കാര്യം ഈ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴാണ്. ആ ഫൈനൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകണ്ട. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തണം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, അനിത ടെക്സിക്കോട്സിൽ നിന്നാണ് 25,000 കിറ്റ് വാങ്ങിക്കാൻ ആദ്യം ആലോചിച്ചിരുന്നത്. അവരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനിത ടെക്സിക്കോട്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബയോമെഡിമിക്സിൻ്റെ പിന്നെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് 550 രൂപയാണ് അനിത ടെക്സിക്കോട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്, അല്ലേ? 472 രൂപ 50 പൈസയ്ക്കാണ് ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റിൻ്റെ PPE കിറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ബയോമെഡിക്സിൻ്റെ 483 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്നൊക്കെ PPE കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വിപണിയിലെ അന്നത്തെ വിലയായിട്ട് സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് 545 രൂപയാണ്. 545 രൂപയാണ് വിപണി വിലയായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിയമം? വിപണി വിലയിൽ താഴ്ന്നോ അല്ലെങ്കിൽ വിപണി വിലയ്ക്ക് അനുസൃതമായിട്ട് വേണം ഈ PPE കിറ്റ് വാങ്ങിക്കാൻ എന്നുള്ളതാണ്. അത് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അങ്ങനെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? 550 രൂപയ്ക്ക് 25,000 PPE കിറ്റുകൾ നൽകാനായിട്ട് അനിത ടെക്സിക്കോട്സ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ആ ഓർഡർ ഇന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് സർക്കാർ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവർ വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. വില കുറയ്ക്കാൻ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 550 രൂപയ്ക്ക് 10,000 PPE കിറ്റുകൾ അവരിൽ നിന്ന് വാങ്ങുന്നു. 25,000 അവർ നൽകാൻ തീരുമാനിച്ചിരുന്നത്. അവർ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് 50% രൂപ പ്രൈസ് അഡ്വാൻസ് ചെയ്യണം, 50% ഡെലിവറിയുടെ സമയത്ത് തന്നാൽ മതി എന്ന് മാത്രമല്ല 550 റുപ്പീസ് പ്ലസ് 12% GST കൂടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ അവർ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന് പൈസ കുറയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് അന്ന് തന്നെ സർക്കാർ ഈ പറയുന്ന സാൻഫാർമ എന്ന് പറയുന്ന മഹാരാഷ്ട്ര കമ്പനിക്ക് അങ്ങോട്ടേക്കൊരു മെയിൽ അയക്കുകയാണ്, നിങ്ങളിൽ നിന്ന് 15,000 കിറ്റുകൾ ഞങ്ങൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരൊരു കോട്ട് തരുന്നുണ്ട്. ആ കോട്ടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്താണ് ഈ 1550 രൂപ കോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഇന്ന് 15,000 രൂപ വാങ്ങിക്കുന്നു. അതായത് ഇതിനിടയിൽ VD സതീശൻ പറയുന്നത് 1.25 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. ശരിയാണ്. ആ മെയിൽ ഞാൻ പരിശോധിച്ചു. മെയിൽ പരിശോധിക്കുമ്പം അനിത ടെക്സിക്കോട്സുമായിട്ടുള്ള ഇടപാടിൽ 5:55 ആ മെയിൽ പോകുന്നത്. 550 രൂപ നെഗോഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് 10,000 അവരിൽ നിന്ന് വാങ്ങിക്കുന്നു. അടുത്തത് 7:45 പോകുന്നത്. അവരുമായിട്ടുള്ള മെയിൽ അങ്ങോട്ടേക്കാണ് അയക്കുന്നത്. അവരുടെ കോട്ട് ഇങ്ങോട്ട് വരുന്ന 1550 രൂപയാണ്. അങ്ങനെ 3 ഇരട്ടി പൈസയ്ക്ക് അന്ന് തന്നെ അടുത്ത കോട്ടും പോകുന്നു. ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സുതാര്യതയില്ലായ്മയുണ്ട്. ഈ സുതാര്യതയില്ലായ്മയാണ് ഇപ്പോൾ പിന്നെ CAG മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, 15,000 PPE കിറ്റുകൾ ഇവരിൽ നിന്ന് വാങ്ങുമ്പോൾ 100% പണം അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ പർച്ചേസ് മാനുവലിന് എതിരാണ്. 50% നമ്മൾ കൊടുക്കേണ്ടത്, എന്നിട്ട് ഡെലിവറി കഴിയുമ്പോഴാണ് 50% ബാക്കി കൊടുക്കേണ്ടത്. ആ പർച്ചേസ് മാനുവലിന് എതിരായിട്ടാണ് ഇവർ ഈ പറയുന്ന 100% അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം വരുന്നു. ആ സമയത്തും സർക്കാരിനൊരു വാദമുണ്ട്. അത് CAGക്ക് കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ 50,000 PPE കിറ്റ് വാങ്ങിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൻ്റെ 29% ആണ് കൊടുത്തിരിക്കുന്നത്. അത് കണക്ക് കറക്റ്റാണ്, 15,000 ആണ് എങ്കിൽ. പക്ഷേ അവരുടെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഒറിജിനൽ ഡോക്യുമെൻ്റ്
മുന്നിൽ 15,000 ഇവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരു സുതാര്യതയില്ലായ്മ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്ന സമയത്താണല്ലോ ഈ വട്ടിയൂർക്കാവിലെ അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായരെ കൊണ്ടൊരു കേസ് കോൺഗ്രസ് കൊടുപ്പിക്കുന്നത് ലോകായുക്തയിലെ ആ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് സർക്കാർ പോവുകയും ഹൈക്കോടതി ആ വാദം തള്ളിക്കൊണ്ട് ലോകായുക്ത ഇത് അന്വേഷിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. ആ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പറയുന്ന CNDG റിപ്പോർട്ടിൻ്റെ 77ാമത്തെ പേജിൽ പറയുന്നത് 24 കോടി രൂപയുടെ പർച്ചേസ് അവർ പരിശോധിക്കുമ്പോൾ 10,23,00,000 അധിക ചിലവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഖജനാവിന് അത്രയും പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് CNDGയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇവരുടെ കേസ് എന്താ? ഈ കേസ് എന്ന് പറയുന്നത് PPE കിറ്റ് വാങ്ങിയതിനകത്ത്, അതുപോലെ തന്നെ ഗ്ലൗസ് വാങ്ങിയതിനകത്ത്, തെർമോമീറ്റർ വാങ്ങിയതിനകത്ത്, ഫ്രിഡ്ജ് വാങ്ങിയതിനകത്ത്, വെന്റിലേറ്റർ വാങ്ങിയതിനകത്ത്, ഈ രീതിയിൽ ഒക്കെയുള്ള വലിയ പർച്ചേസ് നടന്നതിനകത്ത് 700 കോടിയുടെ അഴിമതിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ CNDGയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 24 കോടിയുടെ പർച്ചേസാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. അതിനകത്ത് 10,23,00,000 അധിക ചിലവാണ് ഖജനാവിൽ ഉണ്ട് എന്ന് പറയുന്നത്, നഷ്ടമായിരിക്കുന്നത് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഒരു സുതാര്യതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അന്വേഷിക്കപ്പെടണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ വേണ്ടിവരും. പക്ഷേ അടിയന്തരമായ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ വേണ്ടിവരുമ്പോൾ തന്നെ അത് ആരെങ്കിലും മുതലാക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ഫേവറബിൾ ആയി പോകുന്നുണ്ടോ എന്നുള്ളത് അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അത് കൃത്യമായി ഉറപ്പിക്കാനും അത് സുതാര്യമാക്കാനും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ലഭ്യമായിരിക്കുന്ന രേഖകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രേഖ ഇന്ന് സഭയിൽ വെച്ചപ്പോൾ അത് പരിശോധിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം അടിയന്തരമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രേഖ എന്നുള്ള നിലയ്ക്ക് പരിശോധിക്കാതെ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ അത് പരിശോധിക്കട്ടെ, അതിനകത്തൊരു വ്യക്തത വരുത്തട്ടെ. ഇതിനകത്തൊരു വ്യക്തത വരുത്തേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. നോക്കൂ, 2020 ജനുവരി മാസം 30-ാം തീയതി എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്യുക. മാർച്ച് മാസം 24 ആകുമ്പോഴേക്കും രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയി. ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ IMAയുടെ കണക്ക് പ്രകാരം, സർക്കാരിൻ്റെ കയ്യിൽ ആ കണക്കില്ല കേട്ടോ, കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചത്, ഇന്ത്യയിൽ എത്ര പേരാണ് മരിച്ചത് എന്നതിൻ്റെ ഒരു കണക്കുണ്ട്. 196 ഡോക്ടർമാരാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആ കണക്കുകളൊന്ന് പറയാം. ഈ ചർച്ചയ്ക്ക് മുൻപ് ആ കണക്ക് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാടാണ്. 43 ഡോക്ടർമാരാണ് മരിച്ചത്. ഗുജറാത്തിൽ മരിച്ചത് 23 പേര്, മഹാരാഷ്ട്രയിൽ മരിച്ചത് 23 പേര്, ബീഹാറിൽ മരിച്ചത് 19 പേര്, വെസ്റ്റ് ബംഗാളിൽ മരിച്ചത് 16 പേര്, കർണാടകയിൽ മരിച്ചത് 15 പേര്, ഡൽഹിയിൽ മരിച്ചത് 12 പേര്, ഉത്തർപ്രദേശിൽ മരിച്ചത് 11 പേര്. ഡബിൾ ഡിജിറ്റിൽ ഡോക്ടർമാർ മരിച്ച സംസ്ഥാനങ്ങളാണ്. ഈ ലിസ്റ്റ് ഏറ്റവും എടുത്തു നോക്കിയാൽ ജമ്മു കാശ്മീരിൽ ഒരു ഡോക്ടർ മരിച്ചു. ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്ത ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കോവിഡ് ബാധിച്ചൊരു ഡോക്ടർ പോലും മരിക്കാഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് PPE കിറ്റ് അടക്കം അതിൻ്റെ അടിസ്ഥാനമായ സൗകര്യം വളരെ പെട്ടെന്ന് തന്നെ ഒരുക്കുന്നതിൽ അന്ന് സർക്കാർ കാണിച്ച ജാഗ്രതയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെയും നഴ്സുമാരും അടക്കമുള്ള ഒരു മെഡിക്കൽ ഫ്രട്ടേണിറ്റിയെ കോവിഡിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചതും അവരുടെ സേവനം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയതും. ഇത് CAGക്ക് മനസ്സിലാകാതെ പോകുന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും തോമസ് ഐസക് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റിൽ ഇപ്പോഴും നിൽക്കുന്നു. CAG പറയേണ്ടത് കണക്കാണ്, രാഷ്ട്രീയമാകരുത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. എന്നാൽ അതേസമയം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അനിത ടെസ്കോട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ അല്പം വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, സണ്ണി ജോസഫ് ആണല്ലോ അതിൻ്റെ അധ്യക്ഷൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയാം. ഒന്ന്, അസാധാരണമായ സാഹചര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ പരിചയമല്ലാത്തൊരു സാഹചര്യത്തിലാണ് കോവിഡിനെ നേരിടാൻ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ ഇറങ്ങുന്നത്. ആ സമയത്ത് മുമ്പിൽ കിട്ടുന്ന സംവിധാനങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. നിങ്ങളെപ്പോഴെങ്കിലും ഒരു എമർജൻസി നടക്കുമ്പോൾ, ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ പർച്ചേസിംഗ് മാനുവൽ ഫോളോ ചെയ്യാറുണ്ടോ? പർച്ചേസിംഗ് മാനുവൽ എപ്പോഴാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഡിസാസ്റ്റർ വരുമ്പോഴല്ല, ഒരു പാൻഡമിക് വരുന്ന സമയത്ത് പർച്ചേസ് മാനുവൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് എന്തിനാണ് രക്ഷിച്ചതെന്ന് CAG ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക? ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ വന്ന് രക്ഷിച്ചാൽ പോരെ, അതല്ലേ കുറച്ചുകൂടി ലാഭകരമെന്ന് ഇതേ CAGക്ക് തോന്നിക്കൂടെ? പ്രളയത്തിൽ നടക്കുന്ന സമയത്ത്, വെള്ളം കയറുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഇവരെ രക്ഷിച്ചു, അതാ പണം എന്തിനു കൊടുത്തു എന്ന് ഇതേ CAG എഴുതുമല്ലോ. ട്രോളിംഗ് നടക്കുന്ന സമയത്ത് മത്തിയുടെ വില 300 രൂപയാകുമ്പോൾ 50 രൂപയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ഇതേ CAG എഴുതുമല്ലോ. എന്ത് ലോജിക്കാണെന്ന് എനിക്ക് ഇനിയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആ ലോജിക്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അനിത ടെസ്കോട്ടിൻ്റെ വിഷയം സർക്കാർ വിശദീകരിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, 550 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര എണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു? 25,000 വേണം. എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്? 15,000. എത്രയാണ് അവരുടെ കപ്പാസിറ്റി ഉള്ളതായിട്ട് അവർ രണ്ടാമത് പറയുന്നത്? 10,000.
എത്രയാണ് എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറയുന്നത്? 5000. ഈ ദിവസം 5000 പോരെ കേരളത്തിൽ. 15,000 25,000 PP കിറ്റ് വേണ്ട സ്ഥലത്ത് 5000 മാത്രമേ 2 ആഴ്ചക്കുള്ളിൽ കൊടുക്കാൻ കഴിയൂ എന്ന് അനിത ടെസ്കോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. ആ ഗ്ലൗസ് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തെന്ന് അറിയാമോ? മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അല്ല, ഈ സാൻഫാർമ എത്ര ദിവസമാണ് കൊടുത്തത്? എത്രാം ദിവസം CAG റിപ്പോർട്ട്? 2 ആഴ്ചക്കുള്ളിൽ 15,000 കൊടുത്തു. 22 ദിവസത്തിന് ശേഷം 15,000 22 ദിവസത്തിന് ശേഷം സാൻഫാർമ കൊടുത്തു. അനിത ടെസ്കോട്ട് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു? അനിത ടെസ്കോട്ട് 2 ആഴ്ചക്കുള്ളിൽ 5000 പറ്റൂ. 2 ആഴ്ചക്കുള്ളിൽ 5000. ഇവരെത്രയാ കൊടുത്തത്? 22 ദിവസം കഴിഞ്ഞു എത്ര കൊടുത്തു? 15,000. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ കാത്തിരിക്കാൻ പറ്റുമോ? 5 ദിവസം കഴിഞ്ഞ്. അതുപോലെ പക്ഷേ എന്റെ സംശയത്തിലുള്ള ഉണ്ണിമാറേഷൻ, ഒരാഴ്ചക്കുള്ളിൽ അനിത ടെസ്കോട്ടിന് പരമാവധി കൊടുക്കാൻ അനിത ടെസ്കോട്ട് കൊടുത്തത് 5000 ഒരാഴ്ചക്കുള്ളിൽ. മറ്റവർ കൊടുത്ത 22 ദിവസത്തിന് ശേഷം 5000 കൊടുക്കാൻ പറ്റൂ. നമുക്കടുത്ത ഒരു മാസത്തേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ ഓരോ ദിവസവും PP കിറ്റ് മാറണം. ഉപയോഗിക്കുന്ന PP കിറ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കണം. കേരളത്തിൽ ഇതിങ്ങനെ മൾട്ടിപ്പിളായിട്ട് പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 5000 കഴിഞ്ഞു. ഇനി 5000 അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ തരൂ എന്ന് അനിത ടെസ്കോട്ട് പറയുമ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത്? 550 നിങ്ങൾ തരുന്നത് വരെ കാത്തിരിക്കണം. പകരം എന്താ നമ്മുടെ മുൻപിലുള്ള അവൈലബിലിറ്റി? മുൻപിലുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് എത്രയോ രൂപയാണ്? 1550 രൂപയാണ് കോട്ടി. അല്ല, ഇപ്പൊ അരുൺ പറയുന്നത് 14 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് 14 ദിവസമായിട്ടുള്ളൂ. മറ്റവർ 22 ദിവസം മാത്രമല്ല 23 to 33 ആണ്. അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ആ പർച്ചേസ് ഓർഡർ റദ്ദാക്കിയില്ല. പക്ഷേ അനിത ടെക്സ്കോട്ടിന്റെ പർച്ചേസ് ഓർഡർ റദ്ദാക്കി. അല്ല, ഞാൻ പറയട്ടെ, ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്കത് കൃത്യമായി കൊടുക്കണം. PP കിറ്റ് തന്നെ വേണം. ഇവിടുത്തെ പ്രശ്നം ഇതില്ലെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനിത ടെസ്കോട്ടിന്റെ 5000 കിട്ടി. ഇനി മറ്റത് ഓർഡർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. മറ്റത് 21 ദിവസത്തിനുള്ളിൽ 15,000 കൊടുത്തു. അതിന് 2 ലോഡായിട്ടാണ് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വന്നു. രണ്ടാമത്തെ ലോഡ് വരുന്നത് രണ്ടാമത്തത്. ഇത് അനിതയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് സാൻഫാർമയ്ക്ക് കൊടുക്കുക എന്ന തീരുമാനമാണ്. സാൻഫാർമയുമായിട്ട് ബാർഗെയിൻ നടത്തിയിട്ടുണ്ടോ? ബാർഗെയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ വില്ലിംഗ് അല്ല, പൈസ കുറയ്ക്കാൻ തയ്യാറല്ല. സർക്കാരിൻ്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. ഒന്നുകിൽ അനിത ടെസ്കോട്ട് നിർമ്മിക്കുന്നത് പോലെ, അവരിതിനകത്ത് വലിയ വൈദഗ്ധ്യമുള്ള കമ്പനി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനിത ഇത്രയും വലിയ വ്യാപകമായിട്ട് നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കുന്നു. അവർ കൃത്യസമയത്ത് 5000 കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു. 15,000 ഓർഡർ ചെയ്യുന്നു. 10,000 കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. 5000 വാങ്ങുന്നു. അതേസമയം തന്നെ സാൻഫാർമ 25,000 കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. അതിൽ 15,000 21 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയുന്നു. എന്താ സർക്കാർ ചെയ്യേണ്ടത്? ഈ 5000 കഴിഞ്ഞതിന് ശേഷം സർക്കാർ വെയിറ്റ് ചെയ്യണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇത് CAGക്ക് മനസ്സിലാവില്ലേ? ഇതാണ് എൻ്റെ മുന്നിലുള്ള ഏക പ്രശ്നം. അതാണ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ സോഴ്സുകളും പൂൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പൂൾ ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ CAGയുടെ റിപ്പോർട്ട് ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കണക്ക് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ശരിയാണ്, 10 കോടി 23 ലക്ഷം. വീണ ജോർജ് ഒരു മറുപടി ഒരു കണക്കാ പറയുന്നത്. അതായത് നിങ്ങൾ ഈ പറയുന്ന 15,000 ആണല്ലോ ആകെ ഇവർ ആര് തന്നത്? പിന്നെ സാൻഫാർമ തന്നത്. അതിനു മുമ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കെയ്റോൺ 1,00,000, ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്ട്സ് 50,000, ബയോമെഡിക്സ് എറണാകുളത്തുള്ളത് 1,00,000, പിന്നെ AN ട്രേഡിംഗ് വെഞ്ചേഴ്സ് 1000, BNS ഹെൽത്ത് എയ്ഡ്സ് 25,000, ഇന്നോവ് കോട്ടിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് 15,000, സാൻഫാർമ 15,000, പിന്നെ കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് 2,00,000. ഇങ്ങനെ 5,06,000 PP കിറ്റുകൾ നമ്മൾ വാങ്ങിച്ചു. എത്ര നാളിനുള്ളിലാ? ഇതിന്റെ പീരീഡ് 29/2020 മുതൽ 13/4/2020 വരെ. അതായത് 29/3 എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ ഏപ്രിൽ 13 വരെ. അതായത് 30 മാർച്ച് ഒരു 15 ദിവസത്തിനുള്ളിൽ. 15 ദിവസത്തിനുള്ളിൽ വീണ ജോർജ് കൊടുത്ത മറുപടിയാണ്. ആർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി? എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന മറുപടി. 15 ദിവസത്തിനുള്ളിൽ ഈ സംസ്ഥാനം വാങ്ങിച്ചത് 5,06,000. ഇതിൽ രണ്ടാമത്തെ കമ്പനിയുടെ പേരെന്താ? രണ്ടാമത്തെ കമ്പനിയുടെ പേര് ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്ട്സ്. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 50,000, 472 രൂപ 50 പൈസ. പിന്നെ അതെ, കെയ്റോൺ 1,00,000. ഇല്ല, പറയട്ടെ, 1,00,000 കെയ്റോൺ എന്ന് വാങ്ങിച്ചത് 456 രൂപ 75 പൈസ. പരാതിയില്ലല്ലോ. ഇല്ല. AN ട്രേഡിംഗ് എത്രയാ?
483. അതും ചട്ടപ്രകാരമാണല്ലോ. അങ്ങനെയല്ലേ സർക്കാർ അപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താ? നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് പൂളിയാവുന്ന എല്ലാം നിങ്ങൾ പൂളി നോക്കൂ. ആ പൂളിയതിനകത്ത് 1 ലക്ഷം വാങ്ങിച്ചത് 452 രൂപയുള്ളൂ. 1 ലക്ഷം വാങ്ങിച്ചത് 452 രൂപയുള്ളൂ. 15,000 സാൻ ഫാർമിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് 1,550 പ്ലസ്. അതെത്രയെന്നറിയോ? 1,550 നിർത്തുന്നില്ല, 1,736 രൂപയാണ് ടാക്സ് അടക്കം. 1,736 രൂപ. ഞാൻ പറയുന്നത് 1 ലക്ഷം കെയറോണിൽ നിന്ന് വാങ്ങിക്കുന്നു. 5 ലക്ഷം വാങ്ങിക്കുന്നതിനകത്ത് 15,000 എണ്ണം വാങ്ങുന്നത് 1,550 രൂപയ്ക്കാണ്. ഇനി ആ 15,000 വാങ്ങേണ്ടത് വെക്കണമായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ ചോദിക്കണ്ട. അങ്ങനെ ചോദിക്കണ്ട. അല്ല, നിങ്ങൾക്ക് ചോദിക്കാം. ജോർജിന്റെ മറുപടിയാണെന്ന് ഇത്. ഞാൻ ഈ പറഞ്ഞത് ആരോഗ്യമന്ത്രി ആര് പറഞ്ഞാൽ എന്താ നമ്മളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്. ശരി, മാത്രല്ല ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ പറയാൻ കഴിയും അനിതാ ടെസ്കോട്ടിന് ഈ നിശ്ചിത കാലത്തിനുള്ളിൽ 15,000 എണ്ണം കൊടുക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയാൻ കഴിയില്ലല്ലോ. വാങ്ങിച്ചിരിക്കുന്നത് 5,000 വാങ്ങിയിട്ടുള്ളൂ. അല്ല, ആയിക്കോട്ടെ, 5,000 സർക്കാർ കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ, അനിതാ ടെക്സോട്ടിനെ വിട്, അവർക്ക് 5,000 പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ശരി, നിങ്ങൾ അത് സമ്മതിച്ചു. ഉടനെ തന്നെ നിങ്ങൾ മെയിലിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ആ മെയിലുണ്ട്, അല്ല മെയിലിടാം. എന്നിട്ട് 1,500 ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു. അവിടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അതിന്റെ ഒരു അഡ്രസ്സ് തരൂ, ഞങ്ങൾ അങ്ങോട്ടേക്ക് അടുത്ത മെയിൽ അയക്കാം. എന്നിട്ട് 15,000 ഇത് വാങ്ങിക്കുന്നു. ഞാൻ പറയുന്നത് എന്റെ പൊന്നു സാറേ, ഈ പറയുന്ന കെയറോണിൽ നിന്ന് 1 ലക്ഷം വാങ്ങിക്കുമ്പോൾ എത്രയാണെന്നറിയോ? ഒരെണ്ണത്തിന്റെ വില 456 രൂപ 75 പൈസ. 456 രൂപ 75 പൈസ. അത് കഴിഞ്ഞിട്ട് അപരാധമല്ല, ബയോമെഡിക്സ് എറണാകുളം അപരാധമാവുന്നത് അത് ടാക്സ് അടക്കാം. എറണാകുളത്ത് ബയോമെഡിക്സ് 1 ലക്ഷം 483 രൂപ. പറഞ്ഞു വരുന്നത് അനുസരിച്ച് നോക്കിയാൽ സർക്കാർ നിശ്ചയിച്ചതിലും കുറവ് തുകയ്ക്കാണ് ഭൂരിപക്ഷം കിറ്റുകളും വാങ്ങിയിരിക്കുന്നത്. 5,76,000. ആകെ 15,000 കിറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ്. അവിടെയാണ് ചോദ്യം ഇതാണ്. ആ 15,000 കിറ്റിന്റെ ആ കോണ്ടെക്സ്റ്റിന്റെ വാല്യൂ CAG കണക്കിലെടുക്കുമായിരുന്നു. കോണ്ടെക്സ്റ്റിന്റെ വാല്യൂ എന്താണെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ലൈഫ്, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ലൈഫ് ഒന്നും പ്രശ്നമല്ല ഇവിടെ. ഒരു 15,000 മാത്രമല്ല, ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിച്ചത് എന്നറിയോ? ജമ്മു കാശ്മീർ മുതൽ തമിഴ്നാട് വരെ ഡോക്ടർമാർ മരിച്ചു. അതിനകത്ത് വിഷമമുണ്ട്. പക്ഷെ കേരളം അങ്ങനല്ല കേട്ടോ. കേരളം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആരോഗ്യരംഗത്ത് അങ്ങ് ശക്തി പ്രാപിച്ച സ്ഥലമല്ല. നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മുടെ പരിസര ശുചീകരണം നടത്തുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഹോസ്പിറ്റലുകളെ വെൻ കമ്പയറിംഗ് വിത്ത് അതർ സ്റ്റേറ്റ് മനോഹരമായിട്ട് നിർത്തുന്നുണ്ട്. അങ്ങനെയൊന്നും ഡോക്ടർമാർ മരിക്കത്തില്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ മഞ്ഞപ്പിത്തവും അതുപോലെ കോവിഡ് മാത്രമല്ലല്ലോ. പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടതുകൊണ്ടാണോ ഡോക്ടർമാരും? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോ കോവിഡ് വന്നോടനെ തന്നെ മാസ്ക് ഉപയോഗിച്ചൊരു കമ്മ്യൂണിറ്റി അല്ലേ കേരളം? മനോഹരമായിട്ട് മാസ്ക് ഉപയോഗിച്ചു. താങ്കളെ പറയാൻ ഒറ്റ കാര്യം പറഞ്ഞു. താങ്കൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 5,06,000 PPE കിറ്റ് വാങ്ങിച്ചപ്പോൾ കൊടുത്തിരുന്ന പൈസയിൽ നിന്ന് 3 ഇരട്ടി 15,000 കൊടുത്തു. ഒരു തെറ്റാണോ എന്നാ ചോദിച്ചത്. അത് തെറ്റാണ് എന്നാണ് CAG പറയുന്നത്. കാരണം എന്താ അറിയോ? CAG അത് പറയാം, താങ്കൾക്ക് പറയാം, യു ഹാവ് ദ റൈറ്റ്. പക്ഷേ CAGയുടെ പണി ഇതിനകത്തൊരു അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യുകയും അത് കൃത്യമായി സർക്കാരിനോട് ചോദിക്കുകയും അതിന്റെ വിസ്തീർണം. ഇനി ഈ CAG റിപ്പോർട്ട് അന്തിമമാണോ? അല്ല, അന്തിമമല്ല. ഈ CAG റിപ്പോർട്ട് എപ്പോഴാണ് ശരിയാവുക? ആ ചോദ്യത്തിന് മറുപടി CAG റിപ്പോർട്ട് അന്തിമമല്ല. CAG റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്ന സമയത്ത് ആ സമയവും സാഹചര്യവും കണക്കിലാക്കിയാണ് CAG അതിന് മൂല്യം കൽപ്പിക്കുക. 700 കോടിയുടെ ഒരു കേസ് ലോകായുക്ത കിടപ്പുണ്ടല്ലോ. CAG എത്രയാ പറയുന്നത്? 10,23,00,000.
കോടി ഇവിടെ calculate ചെയ്യണം. 690 കോടി ബാക്കി എവിടെ പോയി? അല്ല, അത് പോട്ടെ. ആ കേസ് എവിടെ പോയി? അല്ല, വരുന്നേ. ലോ ആയിട്ട് കേസ് അത് എവിടെ വരുന്നേ. CAG എങ്ങനെ വരും? അതല്ല. CAG ഇനി വരുമോ? അതല്ലെന്നേ. CAG പോയി. അല്ലല്ല, CAG യുടെ അന്തിമ റിപ്പോർട്ടായത്. അല്ല, അവിടെ ഈ നിൽക്കുന്നേ. CAG യുടെ റിപ്പോർട്ട് പബ്ലിക് ആയിക്കോട്ടെ. അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ CAG റിപ്പോർട്ട് എന്നുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് സ്വീകരിക്കാം, അത് ശരി. തള്ളിക്കളയാം. അത് തള്ളിക്കളയോ, പറ്റും. നമ്പർ 2, അത് ശരിയാണല്ലോ. ആ വസ്തുത താങ്കൾക്ക് വിയോജിപ്പില്ലല്ലോ. അല്ലല്ല, വിയോജിപ്പുണ്ടെന്നേ. എന്ത് വിയോജിപ്പ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തീരുമാനിക്കല്ലേ CAG റിപ്പോർട്ട്? ആയിക്കോട്ടെ, അതല്ലല്ലോ, അതിനകത്തല്ലോ അല്ലല്ല, ബാക്കി എനിക്ക് പറയണം. അല്ലല്ല, ആ ചോദ്യത്തിലാണ് അങ്ങ് ഉത്തരം പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം ഡോക്ടർമാരുടെ കാര്യം. ഒരു പൊതുജനാരോഗ്യ സംവിധാനം കേരളത്തിൽ മെച്ചമായതുകൊണ്ട് കോവിഡ് ബാധിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ സംശയമാണ്. പൊതുജനാരോഗ്യവും അതുമായിട്ട് നേരിട്ട് ബന്ധമല്ല. നമുക്കെന്താ പാൻഡമിക് എന്നുള്ളത് വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ ആ സാഹചര്യത്തിൽ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്നത് പാൻഡമിക് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ സംസ്ഥാനം മികച്ച പ്രകൃതി സംരക്ഷണമുള്ള സംസ്ഥാനമായിരിക്കും, പക്ഷേ വയനാട് പോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകുന്നത് പ്രകൃതിയുടെ മാത്രം പ്രശ്നങ്ങളല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതുപോലെയാണ് പാൻഡമിക്കും. ആ പാൻഡമിക് വരുന്ന സമയത്ത് കോവിഡിനെ മരിച്ചു സാർ. പക്ഷേ ഉത്തർപ്രദേശിലെ പോലെ നിങ്ങൾക്ക് പുഴകളിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാൻ സാധിച്ചില്ല. ആരും കാണാതെ ഡൽഹിയിൽ മട്ടുപ്പാവിൽ മൃതദേഹങ്ങൾ കേരളത്തിൽ വന്നില്ല ഉണ്ണി ബാലകൃഷ്ണൻ. മോശമാകാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന അസാധാരണമായ നീക്കങ്ങളിലൂടെയാണ് കേരളം ശ്രദ്ധിക്കപ്പെടുക. 10 കോടി അതാണ് പറഞ്ഞത്. ഞാൻ ഈ പറയുന്നത് CAG രാഷ്ട്രീയം കളിക്കുന്നില്ലെന്ന നിലപാട് ഉണ്ണി മൻമോഹൻ സിംഗിന്റെ എന്നുള്ളതാണ് എന്റെയും കൂടി പക്ഷം. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം അതിശക്തമായി ഉന്നയിച്ച റിപ്പോർട്ട് എന്താ? CAG റിപ്പോർട്ടാണ്. 2G സ്പെക്ട്രം അഴിമതിയാണ്. സുരേഷ് കൽമാരി നടത്തിയ മറ്റേ എന്താ കോമൺവെൽത്ത് അഴിമതിയാണ്. കൽക്കരി കനി അഴിമതിയാണ്. അപ്പൊ CAGക്ക് രാഷ്ട്രീയമില്ല. മനസ്സിലാവാതെ പോകുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പർച്ചേസിംഗ് മാനുവൽ നോക്കി CAG റിപ്പോർട്ട് സാമാന്യ യുക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പതിയെ പോയി ഫയർഫോഴ്സിനെ വിളിക്കുമോ, അതോ നമ്മൾ അവിടെ ഇരിക്കുന്ന ബക്കറ്റിൽ ഒഴിക്കുമോ? ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ, ഒരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ഒരു പാൻഡമിക്കിന്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസിംഗ് മാനുവൽ നോക്കി നിങ്ങൾക്ക് 550 രൂപയിൽ കുറവാണെങ്കിൽ ഇത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യമല്ലാത്ത സാഹചര്യത്തിൽ ആകെയുള്ള 5,30,000 കിറ്റ് വാങ്ങിയതിൽ 15,000 കിറ്റ് കൂടി വേണ്ടുന്ന സാഹചര്യത്തിൽ അത് 1,550 രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ആ വിശദീകരണത്തിൽ അസ്വാഭാവികമായി ഞാനൊന്നും കാണുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CAG റിപ്പോർട്ട് ഇതേപോലെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള അസംബന്ധങ്ങളാണ് പലപ്പോഴും CAG എഴുതി പിടിപ്പിക്കാറ്. അത് രാഷ്ട്രീയമായ സംബന്ധങ്ങളാണെന്ന് കൂടി വിശ്വസിക്കുന്നു. CAG പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. 2020 മുതൽ 2016 മുതൽ 2022 വരെയുള്ള CAG റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അസംബന്ധമാണ് എന്നുള്ളത് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. 700 കോടി എന്നൊക്കെ പറഞ്ഞ് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ്. 700 കോടി രൂപയ്ക്ക് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ CAG റിപ്പോർട്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം CAG കണ്ടെത്തിയത് പരമാവധി 10 കോടി 23 ലക്ഷമാണ് അധികമായി സർക്കാരിൻ്റെ പർച്ചേസിംഗ് മാനുവലിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടെത്തിയത്. എൻ്റെ ഒരൊറ്റ വാദം, ആ പർച്ചേസിംഗ് മാനുവൽ പരിശോധിക്കുകയോ പർച്ചേസിംഗ് മാനുവൽ കൃത്യമായി ഫോളോ ചെയ്യാനോ ശ്രമിച്ചാലും അത് നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പാൻഡമിക്കിൻ്റേത് എന്നാണ്. ആ സാഹചര്യത്തിലാണ് സർക്കാർ ഇത് വാങ്ങാൻ നിർബന്ധിതമായത് എന്നാണ്. എന്നാൽ അതേസമയം
തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ കമ്പനികൾ കോട്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ, ആ കണക്കുകൾ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് ഇത് അന്തിമമല്ല. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ്. സണ്ണി ജോസഫ് പ്രതിപക്ഷത്തുള്ള MLA ആണ്. അദ്ദേഹമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹമാണ് CAG റിപ്പോർട്ട് പരിശോധിക്കുന്നത്. പരിശോധിച്ചതിന് ശേഷം വ്യക്തത വരട്ടെ. നമുക്ക് ആ സമയത്ത് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താം. പക്ഷേ ഒരു ഡോക്ടറെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പിടിച്ച ആരോഗ്യ മേഖലയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല. കേസ് തുടരുന്നു. സുജയ പാർവതി. PPE കിറ്റിൽ നിങ്ങൾ രണ്ടുപേരും വ്യക്തത വരുത്തുന്നത് ഞാൻ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രേക്ഷകർക്കും കുറച്ചേറെ വ്യക്തത വന്നിട്ടുണ്ടാകും. എന്തായാലും ഈ 10.23 കോടി 10,23,00,000 അധിക ബാധ്യത എന്ന് CAG പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ശരിക്കും ഒരു ഈ ഊർധ്വൻ വലിച്ചു കിടക്കുമ്പോൾ ചെറിയ പ്രാണവായു കിട്ടുന്നത് പോലെയായി ആ CAG റിപ്പോർട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഈ 2020 മാർച്ചിൽ ഇറക്കിയ ഈ പർച്ചേസ് ഓർഡറുകൾ വിവിധ കമ്പനികളുടേത് ഉണ്ണി സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതിൽ ഈ 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാൻ ഒരു കമ്പനി വരുമ്പോൾ അവർ 25,000 കിറ്റുകൾ നൽകാൻ തയ്യാറാണെന്നാണ് അറിയിച്ചത്. അവരോട് 10,000 മതിയെന്ന് പറഞ്ഞത് സർക്കാരാണ്. രേഖകളിൽ തന്നെ അത് പറയുന്നുണ്ട്. 25,000 അവർക്ക് തരാൻ കഴിയും, ദേ ക്യാൻ പ്രൊവൈഡ് എന്നതാണ് അവർ കൊടുത്തത്. അത് ഈ സാൻഫാർമയെ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപാണ്. അപ്പോൾ 25,000 തരാൻ പറ്റും എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 10 മതിയെന്ന് പറയുന്നു. പിന്നീട് ആ പർച്ചേസ് ഓർഡർ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. സാൻഫാർമയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നു. അതേ എമൗണ്ട് ആണ്. മാത്രമല്ല മറ്റു കമ്പനികളിൽ നിന്ന് ഉണ്ണി സാർ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ഇത്രയും PPE കിറ്റ്സ് അതിൽ എത്രയാണ് യൂസേജ് എന്നത് കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിൻ്റെ കണക്ക് കൂടി സർക്കാർ തന്നെയാണ് പുറത്തു വിടേണ്ടത്. PPE കിറ്റ് എത്ര ഉപയോഗിച്ചു, എത്ര ബാക്കി വന്നു എന്നതും. അതായത് അടിയന്തര ഉപയോഗത്തിനായി ഗുണമേന്മയുള്ള സാധനങ്ങൾ വാങ്ങിയതിനെ ഞാൻ തെറ്റു പറയുന്നില്ല. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത് ആ ഒരു ന്യായീകരണമാണ്. ഗുണനിലവാരം കണക്കിലെടുത്തു. കിറ്റിന് ക്ഷാമമുണ്ടായാൽ കുറച്ച് കൂടുതൽ കിറ്റുകൾ കൂടുതൽ വിലയ്ക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് മുൻ ആരോഗ്യമന്ത്രിയുടെ വാദം. അവർ ആ സമയത്ത് കോവിഡ് കാലത്തെന്ന് മാത്രമല്ല ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ നല്ല പ്രവർത്തനമാണ് KK ശൈലജ കാഴ്ചവെച്ചത്. അപ്പോൾ അവർക്ക് നേരെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി ഭരണപക്ഷത്തെ ചിലരും ഇപ്പോൾ ഈ വിവാദത്തെ ഈ CAG റിപ്പോർട്ടിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് എന്നത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടാകും. എന്തായാലും ഈ അനിത ടെക്സ്കോട്ട് ആ കമ്പനിയാണല്ലോ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. ഈ പർച്ചേസ് ഓർഡറിൽ അല്ലെങ്കിൽ ഇത് വാങ്ങാനുള്ള തീരുമാനത്തിൽ ഇടപെട്ടത് അന്നത്തെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് പേരാണ്. ആരോഗ്യമന്ത്രിയും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് ആരോഗ്യമന്ത്രിയുടെ പൂർണ്ണമായ അപ്രൂവലോടുകൂടി വന്ന ഫയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം മുൻ സർക്കാരിൽ നിന്ന് ഇപ്പോഴത്തെ സർക്കാരിലേക്ക് വരുമ്പോൾ രണ്ടാം സർക്കാരിൽ തുടരുന്ന ഏകയാൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ തലയിലേക്ക് ഇതെന്തായാലും വീണ് കഴിഞ്ഞിരിക്കുകയാണ്. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് വിജിലൻസിന് ഒരു പരാതിയും പോയിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസിന്റെ പരാതി വിജിലൻസിന് പോയിട്ടുണ്ട്. നിലവിൽ ലോകായുക്തയിലെ കേസിൽ KK ശൈലജ 1ാം പ്രതിയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഉന്നം KK ശൈലജയാണ്. ഇതിൽ എന്ത് സംഭവിച്ചാലും പ്രതിപക്ഷം ഈ അഴിമതി ആരോപണത്തിന്മേൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ അനിത കമ്പനിയുടെ കത്തടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. സാൻഫാർമയിൽ നിന്ന് 1,550 പെർ കിറ്റ് വാങ്ങുമ്പോൾ 550 രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്ത കത്ത് അതിൽ 25,000 രേഖപ്പെടുത്തിയിരിക്കുന്നതായി ഞാൻ കണ്ടത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ തീവെട്ടിക്കൊള്ള എന്നൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവും ആരോപിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നതും സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിൽ മറ്റൊരു കമ്പനി കൂടിയുണ്ട്. അതായത് ഈ പർച്ചേസ് ഓർഡർ റദ്ദാക്കിയതിനു ശേഷം മഹിളാ അപ്പാരൽസിന്റെ PPE കിറ്റിന് എക്സ്പോസ് ഫാക്ടോ അംഗീകാരം നൽകിയില്ല എന്ന നിയമസഭയിലെ മറുപടി വരുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു RTI ഡോക്യുമെന്റ് കൂടി കാണാനിടയായി. അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ റദ്ദാക്കുന്നതിന് മുൻപ് ലക്ഷങ്ങളുടെ പർച്ചേസ് നടന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുകയില്ല. ഈ സാൻഫാർമ എന്ന കമ്പനി, ആ കമ്പനിയുടെ ഒരു വേറെ ബോർഡ്സ് അത് തട്ടിക്കൂട്ട് കമ്പനിയാണ്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ സാൻഫാർമയിൽ നിന്ന് നേരത്തെയും അവരിതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ കൊടുക്കുകയും സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ചുള്ള രേഖകളുമുണ്ട്. അപ്പോൾ ഈ അങ്കമാലിയിലെ മഹിളാ അപ്പാരൽസ് അതിലേക്കാണ് നിങ്ങൾ പറയാത്ത മറ്റു പല കാര്യങ്ങളും പറഞ്ഞു പോയതുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഈ സർക്കാരിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് അങ്കമാലിയിലെ മഹിളാ അപ്പാരൽസ്. അവർ നേരത്തെ ഉണ്ണി സാർ പറഞ്ഞ എമൗണ്ടിനേക്കാളൊക്കെ കുറച്ചുകൂടി കുറവ് 545 നിശ്ചയിച്ചിരിക്കുന്ന തുകയെങ്കിൽ അവർ 400 രൂപയ്ക്ക് കിറ്റ് കൊടുക്കാനായി അങ്കമാലിയിലെ മഹിളാ അപ്പാരൽസ് തയ്യാറായി. 20,000 കിറ്റിനാണ് ഈ സാൻഫാർമയിൽ നിന്ന് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതിന് മുൻപ്, ആ മെയിൽ അയക്കുന്നതിന് മുൻപ് ഈ പറയുന്ന മഹിളാ അപ്പാരൽസുമായി 400 രൂപയുടെ കിറ്റ് സംബന്ധിച്ചുള്ള ധാരണയാകുന്നു. 20,000 കിറ്റ് വാങ്ങാമെന്ന് തീരുമാനിക്കുന്നു. ഈ ടെക്നിക്കൽ കമ്മിറ്റി പരിചയമുള്ള കമ്പനിയാണ് മഹിളാ അപ്പാരൽസ്. അത് കഴിഞ്ഞതിന് ശേഷം
ഈ മഹിള അപ്പാരൽസിന്റെ ഓർഡർ റദ്ദാക്കുകയാണ്. സാൻഫാർമയ്ക്ക് മെയിൽ അയക്കുന്നു, അതേസമയം തന്നെ മഹിളയുടെ ഓർഡർ റദ്ദാക്കുന്നു. ഇതാണ് റോജി ഇന്ന് സഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. അപ്പോൾ ഈ മഹിളയുടെ ഓർഡർ റദ്ദാക്കിയത് സാൻഫാർമയിൽ നിന്നും അതേ എമൗണ്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിയർ ആയിട്ടുള്ള എമൗണ്ടാണ്. ഈ കിറ്റിന്റെ നമ്പേഴ്സാണ് 15,000 എന്ന് പറയുന്നത്. 20,000 റദ്ദാക്കുന്നു, 15,000 ഓർഡർ കൊടുക്കുന്നു. ഇവിടെയാണ് അഴിമതി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ എടുത്തു നിൽക്കുന്നത്. അതിൽ ഒരു വിശദീകരണം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ഈ മഹിള അപ്പാരൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടില്ല. അപ്പോൾ ഈ ടെക്നിക്കൽ കമ്മിറ്റിക്ക് പരിചയമുള്ള ഒരു കമ്പനിയുടെ ഓർഡർ നിരസിച്ചുകൊണ്ട്, അതും 400 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബൾക്കായി തരാൻ കഴിയുന്ന ഒരു കമ്പനി, അതും കേരളത്തിൽ തന്നെയുള്ള കമ്പനിയാണ്, അവരുടെ ആ ഓർഡർ നിരസിച്ചുകൊണ്ട് എന്തുകൊണ്ട് സാൻഫാർമയ്ക്ക് ഇമെയിൽ അങ്ങോട്ട് അയച്ച് ഈ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നു, കോട്ട് എടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ അംഗീകാരം കിട്ടിയിരുന്നോ, എക്സ്പോസ് ഫാക്ടോ അംഗീകാരം കിട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് ഇന്ന് എന്തായാലും ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നൽകിയിട്ടില്ല എന്നാണ്. പക്ഷേ RTA അനുസരിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് അനുസരിച്ച് ഈ ആരോഗ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അവിടെയാണ് ഒരു ക്ലാരിറ്റി വരേണ്ടത്. ഈ വ്യക്തത വരുത്തേണ്ട എന്ന ചോദ്യത്തിന് ഇനി വ്യക്തത വരേണ്ട കാര്യങ്ങളായി എനിക്ക് തോന്നുന്നത് ഈ മഹിളയുമായുള്ള കരാർ റദ്ദാക്കുന്ന ഘട്ടം ഏതാണ്, അത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ മറുപടി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് ഒരു വിശദീകരണം ആവശ്യമാണ്. 2020 മാർച്ച് എൻഡ് മുതൽ, അങ്ങ് പറഞ്ഞതുപോലെ മാർച്ച് 29 ആ ഡേറ്റ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയുള്ള 10 ദിവസത്തെ പർച്ചേസുകൾക്കുള്ള അംഗീകാരം കൊടുത്തിട്ടുള്ള ആ ഫയലിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ ഈ മഹിളാ അപ്പാരൽസും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 78 ലക്ഷം രൂപയുടെ ഡോക്യുമെന്റേഷൻ നടന്നിട്ടുണ്ട്. കിറ്റ് വാങ്ങിയിട്ടില്ല മഹിളാ അപ്പാരൽസിൽ നിന്ന്, പക്ഷേ ഡോക്യുമെന്റേഷനിൽ 78 ലാക്സ് കാണിച്ചിട്ടുമുണ്ട്. അതിൽ ആ ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ധനമന്ത്രിയുമാണ്. ഈ 3 പേരുടെയും സിഗ്നേച്ചർ അതിൽ കിടക്കുന്നുണ്ടോ, ആ കാര്യം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആരും വിശദീകരിക്കുകയാണെങ്കിലും ഈ കാര്യത്തിൽ കൂടി ഇന്നൊരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം അതാണ്. ഈ അവിടെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ക്ലിയറായി അവർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തായാലും PPE കിറ്റ് വാങ്ങാതെ വാങ്ങി എന്ന് കാണിച്ച് പണം തട്ടിയെടുത്തു എന്ന് പറയുന്നത് ആകെ ശരിയാകാൻ സാധ്യതയുള്ളത് ഈ 78 ലാക്സിൻ്റെതാണ്. അവിടെ എന്താണ് നടന്നത്, അത് ആ പർച്ചേസ് നടക്കാതെ പോയതിനെ കുറിച്ച് പിന്നീട് ഒരു നോട്ട് എഴുതിയിടാൻ അന്നത്തെ ആരോഗ്യമന്ത്രിയായ KK ശൈലജ മറന്നുപോയതാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം 78 ലക്ഷമാണ്. ഒരു മന്ത്രിയായിരിക്കെ 78 ലക്ഷത്തിൻ്റെയൊക്കെ അഴിമതി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അഴിമതിയാണ്. അപ്പോൾ അവിടെ എന്താണ് കണക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നതിൽ ഒരു ക്ലാരിറ്റി അന്നത്തെ ആരോഗ്യമന്ത്രിയായ KK ശൈലജ വരുത്തിയാൽ ഈ മഹിളാ അപ്പാരൽസിന്റെ കാര്യത്തിൽ റോജി എം ജോണിന്റെ സംശയത്തിനടക്കം മറുപടി വരും. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ന്യായീകരണത്തിലേക്കാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് വിപണിയിൽ വില കുറഞ്ഞപ്പോൾ ഓർഡർ വെട്ടിക്കുറച്ചു. എങ്ങനെയാണ് നിങ്ങൾ ഈ ഓർഡറിൻ്റെ, അതായത് 50% കുറച്ചു കൊണ്ടുവന്നത്? അതിന് ഈ സാൻഫാർമയ്ക്ക് കൊടുത്ത ഓർഡർ കിറ്റിന് ഈ വില കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഓർഡർ 500,000 നിന്ന് 15,000 ആക്കി കുറച്ചു എന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ 550 രൂപയ്ക്കാണ് കെയ്റോൺ എന്ന കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങാൻ പർച്ചേസ് ഓർഡർ കൊടുത്തത്. ആ ദിവസം തന്നെയാണ് കെയ്റോണിന് 550ക്ക് ഓർഡർ കൊടുക്കുന്ന അതേ ദിവസം തന്നെയാണ്, സെയിം ഡേ ആണ്. ആ ഫയലുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതേ ദിവസം തന്നെയാണ് ഈ മൂന്നിരട്ടി, ഓൾമോസ്റ്റ് 3 ഇരട്ടിയാണല്ലോ ഈ സാൻഫാർമയുടേത് വരുന്നത്. അപ്പോൾ ആ 3 ഇരട്ടി വിലയ്ക്കുള്ള സാൻഫാർമയിലെ പർച്ചേസ് ഓർഡറും ഈ 2 കാര്യങ്ങളും സെയിം ഡേറ്റ് ആണ്. അതേസമയം തന്നെയാണ് അങ്കമാലിയിൽ നിന്നുള്ള മഹിളാ അപ്പാരൽസും ഈ 400 അല്ലെങ്കിൽ 450 എല്ലാ ടാക്സസും എല്ലാം ചേർത്ത് അതിന് കിറ്റ് നൽകാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷേ ആ സെയിം ഡേറ്റിൽ ഓർഡർ കൊടുത്തിരിക്കുന്നത് സാൻഫാർമയ്ക്ക് മാത്രമാണ്. അവിടെയും സർക്കാർ ഒരു ക്ലാരിറ്റി വരുത്തണം. ഈ കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് ലഭിക്കുമെന്ന സാഹചര്യം വന്നതോടെ പിന്നീട് റദ്ദ് ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ റദ്ദാക്കിയെങ്കിൽ ഈ ഇടപാട് നടക്കില്ലല്ലോ, ഈ ഇടപാടിൻ്റെതായിട്ടുള്ള ഈ ട്രാൻസാക്ഷനും നടക്കില്ല. അപ്പോൾ ഈ KMSCL നടത്തിയിട്ടുള്ള ഇമെയിലുകൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നത് ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഈ 3 ഇരട്ടി വിലയുള്ള കിറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചത് എന്നതാണ്. പക്ഷേ ഈ മഹാരാഷ്ട്രയിലെ സ്ഥാപനം സാൻഫാർമ, അത് നമുക്ക് അങ്കമാലിയിൽ നമ്മുടെ തൊട്ടടുത്ത ഒരു കമ്പനി ഈ വിലയ്ക്ക് തരാം എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കൊണ്ട് അങ്ങോട്ട് മെയിൽ അയച്ചത് ആ സാൻഫാർമ വഴി പാർട്ടിക്ക് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പണം കിട്ടിയെന്നൊക്കെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഞാൻ ആ ആരോപണത്തെ എൻഡോഴ്സ് ചെയ്യില്ല. പക്ഷേ അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നതാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർച്ച് 29 മറ്റ് രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം ശരിയാണ്. മാർച്ച് 29 ഉന്നതതല യോഗം ചേർന്നത്. അത് ആ വർഷത്തെ രേഖകൾ നമ്മളെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. അന്ന് ഒരു തീരുമാനമെടുത്തതായി കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്താണ്, എത്ര തുകയായാലും പ്രതിരോധമാണ് പ്രധാനം, അതിനാവശ്യമായുള്ള സാമഗ്രികൾ വാങ്ങും.
അത് ആ തീരുമാനമെടുത്തത് ആ ഉന്നതതല യോഗത്തിൽ തന്നെയാണ്. പക്ഷേ ഇമെയിൽ അയച്ചിരിക്കുന്നത് അവിടെയും തെറ്റിപ്പോയിട്ടുണ്ട്. അതിലും ഒരു ക്ലാരിറ്റി വേണം. ഇമെയിൽ അയച്ചിരിക്കുന്നത് ഇമെയിലിൽ കൃത്രിമം കാട്ടാൻ പറ്റില്ല. 28-ാം തീയതിയാണ് ഇമെയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഉന്നതതല യോഗം 29-ന് നടക്കുന്നു, 28-ന് ഇമെയിൽ പോയിട്ടുണ്ട്. ഈ പർച്ചേസ് ഓർഡർ അയക്കുന്നതിനുള്ള മേൽവിലാസം ചോദിച്ചുകൊണ്ടുള്ള ഇമെയിൽ KMCL നിന്ന് സാൻഫാർമയ്ക്ക് അയച്ചു കൊടുക്കുന്നത് മാർച്ച് 28-നാണ്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ഉന്നതതല യോഗത്തിന്റെ തലേ ദിവസം തന്നെ ഈ മഹാരാഷ്ട്രയിലെ സ്ഥാപനവുമായിട്ടുള്ള കരാർ സംബന്ധിച്ചുള്ള അത് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കോൺവെർസേഷൻ അവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈ ഇമെയിൽ പോയത് എങ്ങനെയാണ്? പ്രതിപക്ഷം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിനും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത വരണം. അപ്പോൾ ഈ നോട്ട് ഫയൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെയ്റോണിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് 29-ന്, അതുപോലെ തന്നെ സാൻഫാർമയ്ക്ക് ഇമെയിൽ കൊടുത്തിരിക്കുന്നത്, ഓഫർ വന്നിരിക്കുന്നത് 29-ന്. അപ്പോൾ ഓഫർ കിട്ടി എന്ന് പറയുന്ന സാൻഫാർമയെ ഇവിടേക്ക് എത്തിച്ചത്, അതായത് സാൻഫാർമ എന്നുള്ള പേര് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ സാൻഫാർമയെ നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇമെയിൽ അയക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് KK ശൈലജയാണോ? അതിന് KK ശൈലജ ഒരു മറുപടി പറഞ്ഞാൽ മതി. അവരിപ്പോൾ പറയുന്ന ഗുണനിലവാരം കണക്കിലെടുത്തു, കിറ്റിന് ക്ഷാമമുള്ളത് കൊണ്ട് കിറ്റുകൾ കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു. അവരുടെ ഒരു സത്യസന്ധതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. ഞാനൊരു കണക്ക് കൂടി പറയാൻ കേട്ടോ, അത് പറഞ്ഞു വന്ന സ്ഥിതിക്ക് അങ്ങ് പറഞ്ഞതാണ്. കർണാടകയിൽ ഇതേപോലെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ജോൺ മിഷേൽ കമ്മീഷൻ എന്നായിരുന്നു ആ കമ്മീഷൻ്റെ പേര്. അന്ന് ഈ കർണാടക BJP സർക്കാർ ഭരിക്കുന്ന സമയത്ത് 2020 ഇതേപോലെ PP കിറ്റ്, യൂണിവേഴ്സൽ PP കിറ്റ് വാങ്ങുന്നതിൽ അഴിമതി ഉണ്ടോ എന്നതായിരുന്നു ഈ കമ്മീഷൻ അന്വേഷിച്ചത്. ആ കമ്മീഷൻ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ഒരു PP കിറ്റിന് 2117 രൂപയാണ് കർണാടകയിലെ BJP സർക്കാർ ഈടാക്കിയത്. ആരുടെയിൽ നിന്ന് വാങ്ങിയെന്നറിയാമോ? ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു, 2 കമ്പനിയിൽ നിന്ന്. എത്രയാണ് നഷ്ടം എന്നറിയോ? 14 കോടി നഷ്ടം ഉണ്ടായി എന്ന് ജോൺ മിഷേൽ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഒരു യൂണിവേഴ്സൽ PPE കിറ്റിന് 3 ലക്ഷം PPE കിറ്റ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഒരെണ്ണത്തിന് 2117 രൂപ എന്ന നിലയ്ക്കാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മാർക്കറ്റിൽ 1444 രൂപയ്ക്കും 400 രൂപയ്ക്കും കിട്ടുമായിരുന്നു എന്നാണ് കമ്മിറ്റി പറയുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഞാൻ പറഞ്ഞു 2117 രൂപയിൽ 3 ലക്ഷം ഇറക്കുമതി ചെയ്തത് 1580 എണ്ണത്തിൽ 15,000 ആ സാഹചര്യത്തിൽ ഇറക്കുമതി ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് സർക്കാർ വിശദീകരിച്ചാൽ ക്ലാരിറ്റി വരും. അപ്പോൾ വ്യക്തത വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്.